ജ്യോതി 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 ഈ ബേക്കറിക്കാരി ഇത് എവിടെ പോയി? ജ്യോതി ജ്യോതി ഇത് ആരെ കിടന്ന് വിളിച്ചു പോകുന്നത്? ചായ. ഇതെന്താ ചായയും കൊണ്ട് നീ വന്നേ? അത് പിന്നെ ജ്യോതിയെ താഴെയെങ്ങും കണ്ടില്ല, അതുകൊണ്ടാ ചായ കൊണ്ട് ഞാൻ വന്നത്. അവള് താഴേക്ക് വന്നില്ലേ? ഇല്ലല്ലോ, ഇവിടെ ഇല്ലേ? ഇല്ല. താഴേക്കെങ്ങും വന്നിട്ടില്ല, അടുക്കളയിലേക്ക് കയറിയിട്ടേ ഇല്ല. ഞാനാ ചായ ഇട്ടത്. എങ്ങനെയുണ്ട് ഡീക്കെ? കുഴപ്പമില്ല. അവളെവിടെങ്ങാനും കാണും. സമയമാകുമ്പോ അവൾ വന്ന് കുടിച്ചോളും. നീ വയ്ക്കോ. എന്നാലും താഴേക്ക് വരാതെ ഇവളത് എവിടെ പോയി? ചിത്ര, എന്താ ഡീക്കെ? ആ ചായ തന്നെ. അവള് മുറിയിലില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ ചായ? ശിവയ്ക്ക് ചായ ഞാൻ കൊടുത്തോളാം. ശരി. അമ്മേ, അമ്മേ, ഈ അമ്മ ഇതെവിടെ പോയി? അമ്മേ, രാവിലെ വെളിയിലോട്ടൊന്നും കണ്ടില്ലല്ലോ. അമ്പലത്തിൽ പോകാനാണെങ്കിലും വണ്ടിയില്ലല്ലേ പോകൂ. സാധാരണ അമ്മ അങ്ങനെ പറയാതെ എങ്ങും പോവാറില്ലല്ലോ. ചിലപ്പോ പൂജാമുറി കാണും. എന്നാലും ഇവളിതെവിടെ പോയി? ഇനി ഇന്നലെ പറഞ്ഞ പോലെ വല്ല പദ്ധതിയും പ്ലാൻ ചെയ്യാനാണോ ഉദ്ദേശം? ആ മുറിയിൽ അവനെ ഇങ്ങനെ അടച്ചിടാതെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകണം. മനസ്സിന് സന്തോഷം കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് എല്ലാവരും കൂടി ഒരു യാത്ര പോകണം. അത് മതി. പതിയെ പതിയെ അവന്റെ അസുഖം മാറിക്കോളും. ബുദ്ധിയില്ലെങ്കിലും അവള് പറഞ്ഞതിലൊരു കാര്യമുണ്ട്. അവനെയും കൊണ്ട് ഇടയ്ക്കൊന്ന് പുറത്തേക്ക് പോകണം. അവന്റെ രോഗം മാറാൻ അത് കാരണമായാലോ? മായിച്ചി, താരേച്ചി, മായിച്ചി, താരേച്ചി, ജ്യോതി മുറിയിലില്ല. വാതിൽ തുറന്ന ഡീക്കയാ. അമ്മയും മുറിയിലില്ല. വിളിച്ചിട്ട് ഇവിടെ എങ്ങും കാണുന്നില്ല. രണ്ടുപേരും കൂടി ഇതെങ്ങോട്ട് പോയി? നമ്മളറിയാതെ ഇനി അവര് വല്ല യാത്രയും പ്ലാൻ ചെയ്തിരുന്നോ? ആ, എസ് കെ മുറിയിലുണ്ടോ? എസ് കെക്ക് ചായം കൊണ്ട് ഡി കെ പോയിട്ടുണ്ട്. അമ്മയും ഇല്ല, ജ്യോതിയും ഇല്ല. അതിനകത്ത് എന്തോ ഒരു ബാഡ് സ്മെൽ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. നമുക്ക് സൂര്യയോടൊന്നും ചോദിച്ചാലോ? സൂര്യ, ഇവിടെ ഇരിക്കായിരുന്നു.
സൂര്യ, അമ്മയും ജ്യോതി എവിടെയാ പോയത്? എനിക്കറിയില്ല. എന്നോടാരും ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളോട് ആരോടും പറഞ്ഞില്ലെങ്കിലും അവൾ എവിടെയാ പോയെന്ന് നിന്നോട് പറയാതിരിക്കില്ല. നീ ഇങ്ങനെ അവളുടെ സൈഡ് പിടിക്കുന്ന എന്തിനാ സൂര്യ? നിന്നെ ഈ കുടുംബത്തിൽ ഒരംഗമായിട്ടേ ഞങ്ങള് കണ്ടിട്ടുള്ളൂ. നിന്റെ നാത്തൂനല്ലേ ചിത്ര? ഞങ്ങളൊക്കെ നിന്റെ ഏട്ടത്തിമാരല്ലേ? നിനക്ക് ഞങ്ങളോട് സത്യം പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ താരെ. നിങ്ങളത് വിശ്വസിക്കുന്നില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജ്യോതി എവിടെ പോയതാണെന്ന് എനിക്കറിയില്ല. നീ പറയുന്നത് അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അവളും നീയും തമ്മിലുള്ള അടുപ്പത്തിന്റെ ആഴം എത്രയാണെന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. നീ സംസാരിച്ചതും നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നതും എല്ലാം അവൾക്ക് മാത്രമല്ലേ അറിയാറുന്നുള്ളൂ. ഞങ്ങൾ ഈ വീട്ടിൽ ഇത്രയും പേരുണ്ടായിട്ടും നീ ആ രഹസ്യം പങ്കുവെച്ചത് അവളോടല്ലേ? അപ്പൊ പിന്നെ അവളുടെ രഹസ്യങ്ങള് നിനക്കും അറിയാതിരിക്കില്ല. അവൾ ഇന്നലെ നിന്നോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല. സൂര്യ, ഞങ്ങൾക്കെല്ലാം നിന്നോട് സ്നേഹവും ഇഷ്ടവും ഉണ്ട്. ആ ഞങ്ങളോട് നീ ഇങ്ങനെ കളവ് പറയുന്നത് ശരിയാണോ? നിങ്ങളുടെയൊക്കെ സംശയം എനിക്ക് മനസ്സിലായി. നിങ്ങൾക്കൊക്കെ ജ്യോതിയോട് ശത്രുതയുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിങ്ങൾക്ക് അവളെ ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാ സത്യം. നീ എന്താ അവളുടെ വക്കീലിനെ പോലെ സംസാരിക്കുന്ന? ഞാൻ ആർക്ക് വേണ്ടിയും വക്കീലായിട്ടില്ല. പക്ഷേ ചില നന്മകൾ എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. എനിക്കറിയാം നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്താണെന്ന്. നിങ്ങളെക്കുറിച്ചുള്ള കുറ്റങ്ങളൊക്കെ അവൾ എന്നോട് വന്ന് പറയുമെന്ന് നിങ്ങൾ 3 പേരും വിശ്വസിക്കുന്നു. ശരിയല്ലേ? അതെ, അത് തന്നെ ഞങ്ങളുടെ ബലമായ സംശയം. നിന്റെ ആവശ്യങ്ങളൊക്കെ നടത്തി തരുന്നത് അവളല്ലേ? നിങ്ങളെന്താ എന്നെ ചോദ്യം ചെയ്യുവാണോ? താരേ, നീ പറഞ്ഞത് ശരിയാ. എന്റെ ആവശ്യങ്ങളൊക്കെ നടത്തി തന്നത് ജ്യോതി തന്നെയാ. പക്ഷേ അനാവശ്യമായി ഞാൻ അവളോടൊന്നും ചോദിക്കാറില്ല. അവള് പറയാറുമില്ല. അങ്ങനെ നീ അങ്ങ് പുണ്യവതിയാകാൻ നോക്കണ്ട. DKയും അവളും തമ്മില് വഴക്കിടുന്ന പല രാത്രികളിലും അവള് കിടന്നുറങ്ങുന്നത് നിന്റെ മുറിയിലല്ലേ? അപ്പൊ പിന്നെ നീ അത്രയ്ക്കങ്ങ് ഒന്നും അറിയാത്തവളാണോ എന്ന് ഒന്നുകൂടി ആലോചിച്ചു നോക്ക്. മായച്ചി പറഞ്ഞത് സത്യം തന്നെയാ. പല ദിവസവും അവള് കിടന്നുറങ്ങുന്നത് എന്റെ മുറി തന്നെയാ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ ഈ വീട്ടിൽ ആരാ? ചിത്രയുടെ നാത്തൂൻ. അതിനപ്പുറം ഈ വീട്ടിലെന്താ എന്റെ പ്രസക്തി? സ്വന്തം ഭർത്താവ് ഈ വീടിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചിട്ട് പോലും ഇപ്പോഴും പാതി വെന്ത മനസ്സുമായി ജീവിക്കുന്നവൾ. ഇന്ന് ഈ ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ജ്യോതി കാരണം. അതല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് പോലും സാധിക്കില്ല. ഇപ്പോഴും നിങ്ങൾ ആരും മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്ര നാൾ ഞാൻ ആ മുറിയിൽ കിടന്നു ഒന്ന് അനങ്ങാൻ കഴിയാതെ, സംസാരിക്കാൻ പോലും കഴിയാതെ, പരസഹായം ഇല്ലാതെ, ഒന്ന് എണീറ്റ് നിൽക്കാൻ പോലും ശേഷിയില്ലാതെ. ഞാനൊരു പെണ്ണല്ലേ ചിത്രേ? ശരീരവും മനസ്സും നിന്റെ ഏട്ടൻ കാരണം തകർന്നു പോയവളല്ലേ ഞാൻ. എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾ ആരെങ്കിലും ആ മുറിയിൽ വന്ന് എന്നോടൊപ്പം കിടന്നിട്ടുണ്ടോ? എന്റെ വസ്ത്രങ്ങൾ അലക്കി തന്നിട്ടുണ്ടോ? എന്നെ കുളിപ്പിച്ചിട്ടുണ്ടോ? ആഹാരം വയറി തന്നിട്ടുണ്ടോ? ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതല്ല. പക്ഷേ ജ്യോതി ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഞാനൊരിക്കലും
അവൾക്ക് വേണ്ടി സംസാരിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. കൊള്ളാം സൂരി, അവളെക്കുറിച്ച് നീ ഒരു നല്ല പ്രസംഗം തന്നെ നടത്തി. നിന്നെ ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതും നിന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നതും അവള് തന്നെയായിരിക്കും. സാധാരണ ഏത് വീട്ടിലെയും ജോലിക്കാരികൾ ചെയ്യുന്ന കാര്യങ്ങളായതൊക്കെ. നീ നോക്കണ്ട, അത്രയ്ക്കുള്ള പരിഗണനയെ അവൾക്ക് DK കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങളും അത്രയേ കരുതിയിട്ടുള്ളൂ. നിന്നെ അവള് നോക്കിയതും നിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്തതും ആരെങ്കിലും അവളെ നിർബന്ധിച്ചിട്ടാണോ? എന്റെ ഏട്ടനോടുള്ള ശത്രുത തീർക്കാൻ അവള് നിന്നെ ആയുധമാക്കി. അതെ, അതുകൊണ്ട് തന്നെയാ അവള് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അമ്മയെ തല്ലിയാലും അതിനും രണ്ട് അഭിപ്രായമുള്ള ആളുകളാണല്ലോ നമ്മൾ. പക്ഷേ നിങ്ങൾക്കറിയില്ല, എന്നെ ആയുധമാക്കാനല്ല, എന്റെ ജീവൻ രക്ഷിക്കാനാ അവൾ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അതൊക്കെ ഞങ്ങൾ കേട്ട കാര്യങ്ങളാണല്ലോ. നിങ്ങൾ കേട്ടതും അറിഞ്ഞതുമല്ലാത്ത ഒരുപാട് സത്യങ്ങളുണ്ട്. അവളും ഒരു പെണ്ണാ, ഭാര്യ. DK അവൾക്ക് ഒരു ജോലിക്കാരുടെ വില പോലും കൊടുത്തിട്ടില്ലെന്നറിയാം. നിങ്ങളും കൊടുത്തിട്ടില്ല. എന്നിട്ടും അവൾ എല്ലാത്തിനെയും പുഞ്ചിരിയോടെ നേരിടും. ചില രാത്രികളിൽ എന്റെ ഒപ്പം കിടക്കുമ്പോ അവളുടെ ഉള്ളിലെ സങ്കടങ്ങൾ ഒരു തേങ്ങലായി പുറത്തു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവള് തേങ്ങിയോ കരഞ്ഞോ അതൊന്നും അറിയാനല്ല ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത്. സത്യങ്ങൾ ആരെങ്കിലും പറഞ്ഞെങ്കിലും നമ്മൾ അറിയണ്ടേ താരെ? ഞാൻ പറഞ്ഞത് സത്യോ? അവൾ എവിടെയെങ്കിലും പോകുന്നു എന്നോട് പറഞ്ഞിട്ടില്ല. അല്ല, നിങ്ങളുടെയൊക്കെ ഭാവം കണ്ടിട്ട് അവൾക്കെന്തോ അപകടം സംഭവിച്ചതുപോലുണ്ടല്ലോ. സത്യം പറ ചിത്രേ, എന്തിനാ നിങ്ങൾ ജ്യോതി അന്വേഷിക്കുന്നേ? ഓ, എന്റെ പൊന്ന് സൂര്യ, ഞങ്ങൾ നിന്നോടൊന്നും ചോദിച്ചിട്ടുമില്ല, നീ ഒന്നും പറഞ്ഞിട്ടുമില്ല. വാ മായേച്ചി, നമുക്ക് പോവാം. എന്നാലും ജ്യോതി ഇതെവിടെ പോയതായിരിക്കും? ഇന്നെന്താ ചേട്ടൻ ചായ കൊണ്ടുവന്നത്? അതെന്താ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അത് കൊള്ളാം. എന്റെ ഏട്ടന്റെ കൈകൊണ്ട് രാവിലെ ഇങ്ങനെ ഒരു ചായ കുടിക്കാൻ ഭാഗ്യം കിട്ടുന്നതിനേക്കാൾ വലിയ സന്തോഷം വേറെന്തുണ്ട്? നിനക്ക് ഓർമ്മയുണ്ടോ, പണ്ട് രാവിലെ എല്ലാ ദിവസവും നീ ഉണരാൻ ലേറ്റാവും. പ്രോഗ്രാം കഴിഞ്ഞ് വൈകി വരുന്ന ദിവസങ്ങളിൽ നിനക്ക് ചായ കൊണ്ടുവന്ന് തരാൻ അമ്മ ഏൽപ്പിച്ചിരുന്നത് എന്നെയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ഏട്ടാ. എന്റെ ഓർമ്മകളൊന്നും ഭ്രാന്തെടുത്ത് പോയിട്ടില്ല. ചാരിയ വാതിൽ ശബ്ദമുണ്ടാക്കാതെ തുറന്ന് ചായം കൊണ്ട് കയറി വന്ന് എന്റെ ഉറക്കം കണ്ടിട്ട് എന്നെ ഉണർത്താതെ ചായ മേശപ്പുറത്ത് വെച്ചിട്ട് പോകും ഏട്ടൻ. അന്ന് ഏട്ടൻ എന്റെ നെറ്റിയിൽ തലോടി തന്ന സ്നേഹത്തിന്റെ തണുപ്പ് ഇന്നും അവിടെ തന്നെ ഉണ്ട് ഏട്ടാ. ഒന്നും മറന്നിട്ടില്ല ഞാൻ. ചായ മേശപ്പുറത്ത് വെച്ചിട്ട് അല്പനേരം നിന്റെ അടുത്ത് ഇരുന്നിട്ട് ഞാൻ നീ അറിയാതെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ നീ എന്റെ വിരലിൽ പിടിക്കും. ഏട്ടനിതൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കുന്നത് അത്ഭുതം തന്നെ. ഇത് മാത്രമല്ല, എനിക്കെല്ലാം ഓർമ്മയുണ്ട്. നിന്റെ എല്ലാ പ്രോഗ്രാമും TV വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്നത് ഈ ഏട്ടനാ. ഗ്രേറ്റ്. ഞാൻ എന്ത് ചെയ്യുമ്പോഴും അത് ആദ്യം ഏട്ടനെ കാണിച്ച് ഏട്ടനൊരു നല്ല വാക്ക് പറഞ്ഞു കേൾക്കുന്നതിന്റെ സന്തോഷം അതൊന്ന് വേറെ തന്നെയാ. ആ ദിവസങ്ങളിലേക്ക് നീ മടങ്ങി വരണം ശിവ. പഴയ ശിവയായി നിന്നെ ഞങ്ങൾക്ക് തിരിച്ചു വേണം. ജ്യോതി ഇത് തന്നെ എന്നോട് പറഞ്ഞത്. പക്ഷേ എനിക്ക് കഴിയുവേട്ടാ. ആരോടെങ്കിലും ഒരു വാക്ക് മിണ്ടാൻ തന്നെ പേടിയ. ഭ്രാന്തനല്ലേ ഞാൻ? ആരോടെങ്കിലും എന്തെങ്കിലും പറയുമ്പോ നിയന്ത്രണം വിട്ടു പോയാലോ എന്നുള്ള പേടി എനിക്ക്. ഞാനിപ്പോ TV പോലും കാണാറില്ല.
എന്റെ ഇഷ്ടങ്ങളൊക്കെ പോയി ഏട്ടാ. ഒന്നും എവിടെയും പോയിട്ടില്ല. ഏട്ടന്റെ പഴയ ശിവ നിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഒന്ന് തേച്ചും എനിക്ക് എടുത്താൽ മതി, എല്ലാം പഴയ പോലെ ആവണം. നിന്റെ ശബ്ദം കൊണ്ട് നിറഞ്ഞ പഴയ സ്റ്റേജുകൾ എല്ലാം നിനക്ക് വേണ്ടി ഇപ്പോഴും കാത്തു കിടക്കുന്നുണ്ട്. ആ സ്റ്റേജുകളിലേക്ക് നീ തിരികെ വരണം. ഏട്ടന്റെ സ്വപ്നമാണത്. ഒരു കാര്യം മാത്രം നീ ഓർത്താ മതി, ഈ കാണുന്നതെല്ലാം നിന്റേത് കൂടിയാ. ഏട്ടൻ എന്നെ ഇപ്പോഴും ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നല്ലോ എന്നാ എനിക്ക് അത്ഭുതം. എന്താ അത്ഭുതം? നീ എന്റെ അനിയനല്ലേ? നമ്മൾ ഒരേ ചോരയല്ലടാ. പക്ഷേ ഞാൻ കാരണമല്ലേ ഏട്ടനെല്ലാം നഷ്ടപ്പെട്ടത്? എല്ലാം നശിപ്പിച്ചത് എന്റെ ഭ്രാന്തല്ലേ ഏട്ടാ? അതിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയല്ലേ ഏട്ടൻ? ഏട്ടൻ എങ്ങനെ എന്നോട് ക്ഷമിക്കാൻ കഴിഞ്ഞു ഏട്ടാ? നമ്മൾ രണ്ടും ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നവരായതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് എനിക്കൊരു ദോഷം വരാൻ നീ ഒരിക്കലും ആഗ്രഹിക്കില്ല എന്ന് എനിക്കറിയാം. സംഭവിച്ചൊക്കെ ദൈവത്തിന്റെ വിധിയ. അതിനെക്കുറിച്ച് ഓർത്ത് നിനക്കൊരു കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. കാരണം നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അന്ന് നിന്റെ കൂടെ ആ ബുള്ളറ്റിൽ കയറി യാത്ര ചെയ്യാൻ നിർബന്ധം പിടിച്ചത് അവളാ. അങ്ങനെയാ അതിനപ്പുറം നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത്രയും നാൾ അതിന്റെ ദുരിതം നീ അനുഭവിച്ചില്ലേ? ഇനി മതി. പഴയ ജീവിതത്തിലേക്ക് നീ തിരിച്ചു വരണം. ഇനി അതിനെക്കുറിച്ച് മാത്രം നീ ഓർത്താ മതി. നമുക്കിടയിൽ ഇനി ഈ വിഷയത്തെക്കുറിച്ചൊരു സംസാരം വേണ്ട. എനിക്കും നിനക്കും ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുന്നല്ലേ നല്ലത്. ആഹാരം കൃത്യമായി കഴിക്കണം. കിട്ടുന്ന സമയങ്ങൾ പുസ്തകങ്ങൾ വായിക്കണം, സിനിമകൾ കാണണം. അങ്ങനെ അങ്ങനെ നീ പഴയ ശിവയായി മാറണം. അമരാവതി മുഴുവൻ കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയാ. ഞാൻ മാറിക്കോളേട്ടാ, ഇനി ഒരു കുഴപ്പമുണ്ടാക്കില്ല. അല്ലേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നു. എന്ത് കാര്യം? ജ്യോതിയുടെ കാര്യം. എല്ലാ ദിവസവും ചായ കൊണ്ടിരുന്നത് ജ്യോതിയാണല്ലോ. ഇന്നെവിടെ പോയി? ഞാൻ കണ്ടില്ല. താഴെ ഉണ്ടാവും. എന്നാ പിന്നെ ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ജ്യോതി, 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 ജ്യോതി. ജ്യോതി, 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 ജ്യോതി.
ജ്യോതി എവിടെ? ചോദിച്ചത് കേട്ടില്ലേ? ജ്യോതി എവിടെയെന്നാ? ഞങ്ങൾക്കറിയില്ല. അതെന്താ നിങ്ങൾക്കറിയാത്തത്? ഞങ്ങളും അവളെ തന്നെ അന്വേഷിക്കുന്നേ. അത് ശരി. നിങ്ങളെന്താ രാവിലെ കള്ളനും പോലീസും കളിക്കാ? ഈ വീട്ടിലുണ്ടായിരുന്ന ഒരാൾ എവിടെയെന്ന് ചോദിച്ചാ ഇങ്ങനെയാണോ മറുപടി പറയേണ്ടത്? ആണോ?